ഗസ്റ്റ് എടുക്കും. താങ്ക് യു. എന്ത് പറയാനാ ഗസ്റ്റ് എടുക്കേണ്ട ആവശ്യം? എടുക്കാലോ, ഗസ്റ്റ് എടുക്കാലോ. ഞാൻ ഗസ്റ്റ് എടുക്കുമല്ലോ. ഹലോ ബിജി സാർ. ഹലോ. ഹലോ, ദേഷ്യം പിടിക്കല്ലേ, ഇതെന്താ ഇത്? ചുവന്ന് കൂളായ ഇതൊക്കെ മനുഷ്യ സഹജല്ലേ. ഇങ്ങനെ ദേഷ്യമൊന്നും പിടിക്കണം. ഒരാള് ഗസ്റ്റ് ഇപ്പൊ ആരും അറിയാത്ത ഒരാളല്ലേ, അപ്പൊ അതുകൊണ്ട് ചോദിച്ചാൽ ഗസ്റ്റ് എടുക്കല് കുറവാ. പറഞ്ഞോ, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. ഇപ്പം എയറിലാണുള്ളത്, അതറിയോ? ഇപ്പൊ ആളെ എയറിലാ ഉള്ളത്, ഒരു ഇന്റർവ്യൂ കാരണം. അതെനിക്കറിയാം, ഞാൻ കാണുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? സുഖയല്ലേ? ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ തന്നെ എന്ത് ചന്താന്നറിയാം. ജനങ്ങൾക്കൊന്നും വിവരമില്ല. ചന്തയുള്ള പെമ്പിള്ളേർ അങ്ങനെ പലതും കളിക്കും ഇല്ലേ? ഞാൻ മൈൻഡ് കാണിക്കാറില്ല. സത്യം. ഞാൻ നിങ്ങളെ പക്ഷത്താട്ടോ. നിങ്ങൾ എന്ത് കാണിച്ചു കൂട്ടിയാലും ഞാൻ നിങ്ങളെ പക്ഷത്താണ്. എല്ലാരും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. വേറെ എവിടെയും ട്രോൾ വരുമ്പോ അവിടെ പോയിട്ട് ബാക്ക് കമന്റ് ഇടും. അങ്ങനെയൊന്നും ഞാൻ ഈ ഒരു മുഖം നിങ്ങൾക്ക് ഓർമ്മിച്ചു വെക്കാം. ഒരു സമയത്ത് ഞാൻ നിങ്ങൾ ട്രോൾ ചെയ്യില്ല. ട്രോളുന്നതിന്റെ അല്ല ഏട്ടാ, വേറെ വല്ലൊരു ഫോൺ വോയിസ് ഇട്ടാലോ വല്ലവരും എന്നെ കുറിച്ചിട്ട് മോശം പറഞ്ഞ അവിടെ പോയിട്ട് കമന്റ് ഇടുന്നൊക്കെ ആയിരിക്കും എല്ലാവരും. ഇവിടെ വേറെ ഒന്ന് പറയും, അപ്പുറം വേറെ രണ്ടു പറയും. അങ്ങനെ ആൾക്കാരാ. പറയുന്ന ആൾക്കാർ ആരും നിങ്ങൾക്ക് ചെലവിന് തരുന്നില്ലല്ലോ. നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നതല്ലേ. അപ്പൊ നിങ്ങളെ ഒരു ഫ്രീഡം നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഞാൻ നിങ്ങളെ കൂടെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീഡം അത്യാവശ്യമാണ്. അല്ല, എനിക്കറിയാം. ഞാനിപ്പോ ഇൻസ്റ്റ തുറക്കുമ്പോൾ ഞാൻ എയറിലാണ്. ഫേസ്ബുക്ക് ഒരു ഇന്റർവ്യൂ കാരണം ഞാൻ ഫുള്ള് ഇപ്പൊ എയറിലാണ് നിൽക്കുന്നത്. നന്നായിട്ട് എനിക്കറിയാം. പലവരും പല രീതിയിൽ പോസ്റ്ററുകൾ വിതരണം ചെയ്യുന്നുണ്ട്, പോസ്റ്ററുകൾ ഒട്ടിക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ ആൾക്കാർ എന്റെ സൈഡാണ്. തീർച്ചയായും ഞാൻ എപ്പോഴും കട്ടക്കുണ്ട്. വേറെന്താ? എവിടെ നാട്ടില്? ഞാൻ കേരളത്തിലാണ്. കേരളത്തിലാന്ന് എനിക്കറിയാം. കേരളത്തിൽ എവിടെയാ? ആ ചുറ്റുവട്ടത്തൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു. പ്രവാസം എവിടെയാ? പ്രവാസം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺസിലാണ്, യൂറോപ്പിലാണ്. നിങ്ങൾ ദുബായിലാണോ? അതെ. ഡബായ് പ്രൊണൗൺസിങ് ഹിയർ ഡബായ്. പിന്നെ യൂറോപ്പിലൊക്കെ വന്നിട്ടുണ്ടോ? എനിക്ക് ചാൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. ഇവിടെ വന്നാ ഡെഡായി പോ. സത്യ. ഇസ്രായേലില് എനിക്കൊരു ആഗ്രഹമുണ്ട്. അവിടെ നിന്ന് യു കെയിലേക്ക് വരണം. എനിക്ക് ഇസ്രായേലിലേക്ക് ചാൻസ് വന്നിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്തേക്ക് ചാൻസ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തന്നെ വരാനാ ഇഷ്ടം. കാരണം മറ്റുള്ള ചതിച്ചുകൊണ്ടല്ലേ, ഞാനൊരു ചതി പെട്ടുപോയതുകൊണ്ട് എനിക്ക് മറ്റുള്ള ഏജന്റ് മുഖേന വരാൻ തീരെ താല്പര്യമില്ല. നമ്മൾ അങ്ങനെ 6 ലക്ഷം രൂപ കൊടുക്കണം. 6 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചതിപ്പെട്ട് എന്ത് ചെയ്യും? നമ്മുടെ പൈസ പോയില്ലേ? തീർച്ചയായും. അല്ല, ഇവിടെ തന്നെ എന്ന് പറഞ്ഞാല് നിങ്ങൾ ദുബായ് എന്ന് പറഞ്ഞാല് ഒരു മിനി ഇന്ത്യയാണ്. ദുബായ് ഞാൻ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്ന ഒരു മിനി ഇന്ത്യയാണ്. പക്ഷെ അവിടെ ഭയങ്കര ടാക്സ് അല്ലേട്ടാ. യു കെയിലും നിങ്ങൾ പറഞ്ഞ യൂറോപ്യൻ കൺട്രീസ് ഭയങ്കര ടാക്സ് ആണ്. ഇവിടെ പിന്നെ ഡെഡ് ആണ്. പലതിനും കൺട്രോൾ ഉണ്ട് ഇവിടെ. പലതിനും കൺട്രോൾ ഉണ്ട്. ഈവൻ സോഷ്യൽ മീഡിയക്ക് പോലും ഇവിടെ കൺട്രോൾ ഉണ്ട്. അതറിയും. ടാക്സ് ആണ്. കാരണം എന്റെ അമ്മയുടെ മക്കളൊക്കെ അവിടെയാണ്. അപ്പൊ അവര് പറഞ്ഞു ഭയങ്കര ടാക്സ് കൊടുക്കണം, മുതലാവണില്ല, കിട്ടണ ശമ്പളത്തിന് പകരം അവിടെ സെറ്റില്ല. അപ്പൊ എല്ലാരും പറയുന്നുണ്ട് അവിടെ ഭയങ്കര ടാക്സ് ആണ്. ബിജി, നീ ദുബായ് തന്നെ നിനക്ക് പറ്റുള്ളൂ എല്ലാവരും പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞാണ്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ജോലി, ഇപ്പൊ നല്ലൊരു ബിസിനസ് അങ്ങോട്ട് കരിയർ മാറ്റാൻ കഴിഞ്ഞാൽ ഞാൻ ദുബായിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാനും അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു ബിജിക്ക് നല്ലൊരു ബിസിനസ് മാൻ ഉള്ളു ബിജിക്ക്. കാരണം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു നമുക്ക് ആരും വിശ്വാസമില്ല, ചതി വിശ്വാസം പറയണ്ട ഒരാളോട്. എല്ലാരും കൂടുതൽ ചതിക്കുന്നവരല്ലേ. വിജി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് വിജിയുടെ കയ്യിലുള്ള ചതിക്കാൻ? വിജിയെ ചതിച്ചു എന്ന് ബിജി പല പ്രാവശ്യമായിട്ട് പറഞ്ഞു. എന്താണ് വിജിയുടെ കയ്യിലുള്ളത് ചതിക്കാൻ? ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ കൂടെ കൂടി നമ്മുടെ ശരീരം മോഹിച്ച് നമുക്ക് കിട്ടുന്ന അങ്ങനെ കുറെ ചതിയന്മാരുണ്ട്. പിന്നെ നമ്മുടെ കൂടെ കൂടി നമ്മുടെ രഹസ്യങ്ങൾ അറിഞ്ഞ് മറ്റുള്ളടത്ത് കൊളുത്തി നമ്മൾ അതിൽ നിന്ന് ചൂഷണം ചെയ്ത് ഞാൻ ഒരിക്കലും അല്ലെ, സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരിക്കലും എന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരാളും ഇല്ല. എന്റെ തകർച്ച ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. ഞാൻ നന്നാകുന്നത്, ഞാൻ ഒരുപടി മുന്നിലോട്ട് പോണത് ഒരാൾക്കും ഇഷ്ടമല്ല. ഞാൻ എന്നും കുന്നും ആ പഴയ ലെവലില് താഴ്ന്നിരിക്കുന്നതാണ് ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. എന്റെ ഉയർച്ച ഒരാളും സന്തോഷിക്കുന്ന ഒരു കൂട്ടത്തിൽ ഒരാളും ഇല്ല. എപ്പോഴും എല്ലാവർക്കും എന്റെ തകർച്ചയാണ് ആഗ്രഹം.
ഞാൻ ഉയർത്തെഴുന്നേക്കുന്നത് ഒരാൾക്ക് ഇഷ്ടമല്ല. പൊതുവെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്റെ കൂടെ കൂടി നമ്മുടെ കാര്യങ്ങൾ ചോർത്തി, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലാൻസ് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ചൂഷണം ചെയ്ത് നമ്മളെ തകർച്ച ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാര്. കാരണം എനിക്ക് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഒരാളെ എനിക്കറിയില്ല, മറ്റുള്ളവർക്ക് എന്നെ പേഴ്സണലായിട്ട് എന്നെ തന്നെ അവർക്ക് തന്നെ അറിയത്തില്ല. മനസ്സിലായ? അപ്പൊ ഇങ്ങനെയാണ് ഒരുപാട് ജനങ്ങൾ ചെയ്യണത്. എന്റെ തകർച്ചയാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം. എന്റെ തകർച്ചയാണ്. ഞാൻ നന്നാവണം ആർക്കും കണ്ടെടുത്ത കണ്ടുകൂടാ. നന്നാണ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് സൗന്ദര്യം കൂടിയപ്പോൾ എന്റെ കുഴപ്പമാണോ? അയ്യോ, അതല്ല സൗന്ദര്യം. കുറച്ച് വണ്ണം കൂടിയത്, കുറച്ച് മുല കൂടിയത് എന്റെ കുഴപ്പമാണോ? ഇത് നാളെ കൂടിയത് എന്റെ കുഴപ്പമാണോ? തീർച്ചയായും സൗന്ദര്യമുണ്ട്. സൗന്ദര്യം ഇല്ലാന്നാരാ പറഞ്ഞു? എനിക്ക് കുറച്ച് മുല കൂടിയതും കുറച്ച് ബാക്ക് കൂടിയതും കുറച്ച് വണ്ണം വെച്ചതും കുറച്ച് തൊഴിലുറപ്പ് കൂടിയത് കൊണ്ടാണോ ആൾക്കാർക്ക് എന്നോട് അസൂയ? അതൊരു വിഷയമാണ്. ഇവർക്ക് എന്നോട് ഇത്ര ദേഷ്യം, ഈ ജനങ്ങൾക്ക് ഇത്ര ദേഷ്യം വരാൻ എനിക്കറിയില്ല. ഞാൻ കണ്ടെത്ത വഴി അത്, എനിക്ക് ആ വഴിയേ ഉള്ളൂ എന്റെ മുന്നിൽ. എനിക്ക് വേറൊരു വഴിയില്ല. അത് എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യങ്ങൾ തീരുന്നോളം വരെ ഞാൻ ഈ വഴി എന്നെ സഞ്ചരിക്കൂ. അത് ആര് പറഞ്ഞാലും ഞാൻ മുന്നോട്ട് ചിലപ്പോൾ പിന്നോട്ട് എടുക്കരുത്. ഞാൻ അത് നിങ്ങളെ പക്ഷത്താണ്. എടുക്കരുത്. 1 രൂപ കൊണ്ട് തരില്ല. ഈ ജോലി നിർത്ത്, എന്നിട്ട് ഞാൻ തരാം. ഒരാളും പറയില്ല. 1 വട്ടം 2 വട്ടം 3 മാസമൊക്കെ പറയും ഞാൻ തരാന്ന്. 3 മാസത്തിലൊന്നും അവരാരും തരില്ല. മനസ്സിലായോ? നമുക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ ഇങ്ങനെ പോകുന്ന പോലെ തന്നെ മുന്നോട്ട് പോകും. എനിക്ക് എപ്പോഴാണോ തോന്നുന്നത് ഇത് തെറ്റാണ്, അന്ന് ഞാൻ പറഞ്ഞു. എനിക്കിപ്പോ ഇത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ തെരഞ്ഞെടുത്ത വഴി തന്നെയാണിത്. കാരണം ഞാൻ ഒരു കുഴിയിൽ വീണു, ഏതായാലും കുളിച്ചു, ഇനി നനഞ്ഞ് അങ്ങ് കേറാന്ന് വെച്ചുള്ളത് തന്നെയാണ്. തീർച്ചയായും. എന്താണ് പ്രതീക്ഷ? ഈ ബിസിനസ് ഒരു വലിയ ബിസിനസ്സുകാരി ആകണം എന്നാണോ പ്രതീക്ഷ? അല്ലെങ്കിൽ ഒരു നല്ല എന്താണ് പ്രതീക്ഷ പറയുന്നത്? എന്താണ്? അല്ല, അടുത്ത ഇന്റർവ്യൂവിനോട് ചോദിച്ചേ അലീഡല എയറിലാണ് കേട്ടോ. അല്ലല്ല, ഞാൻ ചോദിക്കല്ല. ബിജി ഞാൻ ബിജിയോട് എത്ര നാള് സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ബിജിയോട് സ്നേഹത്തോടു കൂടി ചോദിക്കാം. ഇവിടെ പറഞ്ഞിട്ട് വേണം ആൾക്കാരുടെ അടുത്ത കണ്ണർ കിട്ടാൻ. ഇതിനാ അതിന്റെ ആവശ്യം. നമ്മുടെ പ്ലാൻസും നമ്മുടെ കാര്യങ്ങളും, ഞാൻ ഇത്ര നാൾ ഓപ്പൺ മൈൻഡ് ആയിരുന്നു. എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇന്ന് വാട്സാപ്പിൽ എന്റെ കുറെ ഫ്രണ്ട്സുകൾ പറഞ്ഞു, ബിജി ചേച്ചി ഓപ്പൺ, ബിജി ചേച്ചി അങ്ങനെ. അപ്പൊ നമ്മൾ പറയാതിരുന്നാ പോരെ? ഇനിയിപ്പോ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് വേണം ഇനി അതുകൂടെ കണ്ണേർ കിട്ടാൻ. എന്തിനാ അതിന്റെ ആവശ്യം? ഇല്ല, കണ്ണേർ കിട്ടുന്നതിനൊക്കെ ചികിത്സ ഉണ്ട് കേട്ടോ. കണ്ട് പതുക്കെ നമ്മുടെ ബാക്കിൽ നിന്ന് കുറച്ച് നമ്മൾ നീക്കി പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ബിജിയുടെ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ, ബിജി ആദ്യം ഒരു ഇന്റർവ്യൂല് ഞാൻ കേട്ടു, ബിജി ഒരു വലിയ ബാറ് നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഒരു മനസ്സിലായി, സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഒരു ബാറ് നോക്കുന്നു. ബിജിയുടെ ആഗ്രഹം ദുബൈയിൽ വലിയൊരു ബാറ് തുറക്കണം എന്നുള്ളതാണ്. ഒരു വലിയ ഒരു എക്കണോമിക്കലി ഒരു ഹൈ ലെവലുള്ള ഒരു എക്സിക്യൂട്ടീവ് ബാറ് തുറക്കണം എന്നുള്ള പ്ലാൻ ഉണ്ടോ? എനിക്ക് ചേട്ടാ, എനിക്ക് ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് നടത്താൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. എനിക്ക് ഒരാളുടെ സപ്പോർട്ട് ഉണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് താങ്ങൂല, കാരണം എനിക്ക് ഭാഷ അറിയില്ല ഒരു ഇതില്ല. പക്ഷെ ഞാൻ കുറെ നോക്കാം, എനിക്ക് ഒരുപാട് പേര് പറഞ്ഞു തന്നിട്ടുണ്ട്. മദ്യവും മദിരാശിയും ഈ ലോകത്ത് ഒഴുകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ചേട്ടാ ഇങ്ങനെ ചോദിച്ചില്ല. അങ്ങനെ ചോദിച്ചല്ല, സ്നേഹത്തോടു കൂടി ചോദിക്കുക. ഇതിനൊക്കെ എത്ര നല്ല അർത്ഥവത്തായ വാക്കുകളുണ്ട്. ഞാൻ അങ്ങനെ വേറൊരു കണ്ടന്റ് ഇതായിട്ട് പറഞ്ഞില്ലല്ലോ. ആ ഒരു വാക്കുകളെല്ലാം ഞാൻ ഉപയോഗിച്ച് നിങ്ങൾ ശ്രദ്ധിക്കൂ. വളരെ മലയാളത്തിൽ അത്രയും നല്ല വാക്കുകളായിട്ടാണ് ഞാൻ എന്താക്കി അതൊക്കെ ഉപയോഗിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു ബിസിനസ്സിലേക്ക് കടക്കാനാണ് ബിജിയുടെ ആഗ്രഹം, അല്ലേ? അല്ല, എന്റെ മൈൻഡിൽ എനിക്കൊരു ബിസിനസ്കാരി, ഈ ദുബായിൽ നല്ലൊരു ബിസിനസ്കാരി ആവണം. എനിക്കറിയാവുന്ന ജോലി സ്പായും ഈ ബാറുമാണ്. കാരണം ഞാനും ഏകദേശം ബാറിൽ ഒരുപാട് ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളാണ് വേറെയും കാലത്തൊട്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഞാനൊരു ആ തൊഴിലിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് കിട്ടിയത് ഇങ്ങനത്തെ ഒരു തൊഴിലായി പോയി. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഒരു കസ്റ്റമറോട് കിടക്കണമെങ്കിൽ വേണമെങ്കിൽ കിടന്നാൽ മതി, പൈസക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം. മനസ്സിലായോ? ചിലര് പറയും മസാജ് സെന്റർ എല്ലാം പൊട്ടയാണ്. അതൊക്കെ വെറും തോന്നലാണ്. നല്ല നല്ല മസാജ് സെന്ററുകൾ ഒരു കുറെ ഉണ്ട് ഇവിടെ. യുകെയിലൊക്കെ എത്ര മസാജ് സെന്ററുകൾ ഉണ്ട്, നല്ല നല്ല അടിപൊളി. ദുബായിൽ തന്നെ എത്രയോ നല്ല മസാജ് സെന്റർ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇത് ചെയ്യണ്ടാവും, അത്രേ ഉള്ളൂ. ആൾക്കാർ ആൾക്കാരെ ഒന്നും നിങ്ങളൊരു മൈൻഡ്, എല്ലാരെയും വായ അടക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതിൽ നിങ്ങൾ തീരെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ഇതിന്റെ ടെൻഷൻ, ഞാൻ ഇപ്പൊ തന്നെ എയറിലല്ല നിൽക്കുന്നത്. അതിങ്ങനെ പറയണ്ടേ, ഹെയറിലാ നിൽക്കുന്ന. ചിലപ്പോ അത് നിങ്ങളെ ഒരു കരിയർ തന്നെ മാറ്റി മറിയും. കറക്റ്റ് ആയിരിക്കും. എയറിലാവുമ്പോഴേക്ക് ചിലപ്പോ നമ്മൾ എവിടെയാ നമ്മൾ മാറ്റി ഇപ്പൊ കണ്ടില്ലേ, കരിയർ മാറ്റി മറക്കും. ചിലപ്പോ നിങ്ങളെ പറ്റി ഒരു നല്ല പുസ്തകം എഴുതാൻ കഴിയുന്ന എഴുത്തുകാരുണ്ടാവും. പിന്നെ നിങ്ങളെ നല്ലൊരു ഭാവനയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാർ, കുറെ ആൾക്കാർ ഇതിന്റെ പിന്നിൽ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും നിങ്ങളെ എയറിൽ കാര്യത്.
അപ്പൊ ചിലപ്പോ നിങ്ങളൊരു മാറ്റമായിരിക്കും, ചിലപ്പോ ഒരു സെലിബ്രിറ്റി ആയിട്ടായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബിജീനെ ലൈവിലൊന്നും കാണാൻ വലിയ പണിയായിരിക്കും, ഞാൻ പ്രതീക്ഷിക്കുന്നതാണേ. അത് എന്റെ മനസ്സും അങ്ങനെ പറയുന്നുണ്ട്. തീർച്ചയായും നല്ല തുടക്കമായിരിക്കും, ഒരു ബുദ്ധിമുട്ടായ അനുഭവങ്ങൾ. എന്നാലേ രാത്രി കിടക്കാൻ നേരത്തെ എന്റെ മനസ്സിന് എന്നോട് പറയുന്നുണ്ട്, ബിജി ഇത് നല്ല തുടക്കാണ്, നോ വെറി, നോ ടെൻഷൻ, അങ്ങനെ എന്ത് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുമല്ലോ. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ ഭാഗ്യങ്ങൾ എവിടെയാണെന്നൊന്നും. ഇപ്പം പ്രായം എന്തായി ബിജിക്ക് ശരിക്കും? ആൾക്കാർ പലരും നോക്കും. ഒന്നാമത് ഏറ്റവും കൂടുതൽ ഞാൻ ഒരാളെ ഫോളോ ചെയ്യാത്തൊരു വ്യക്തിയാണ്, ഒരാളെ അങ്ങോട്ട് കയറി പേഴ്സണലി കോണ്ടാക്ട് ഇല്ലാത്തൊരു വ്യക്തിയാണ്. പിന്നെ ഈ ജനങ്ങൾക്ക് എന്താണ് എന്നോട് ഇത്ര ക്രിമികടി എന്ന് എനിക്കറിയില്ല.